ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. രേഷ്മയാണ്. ഇന്നത്തേത് ഓണം ക്ലീനിങ് സെക്കൻഡ് പാർട്ടാണ്. കുറച്ച് പുറം പണികളും പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് വെയിലുറച്ചപ്പോഴാണ് നമ്മൾ പോച്ച ചെത്താനായിട്ട് ഇറങ്ങിയത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ചെറിയ രണ്ട് പോർഷനാണ്, മുറ്റമല്ല. അവിടെയെല്ലാം റബ്ബറാണ്. അപ്പം ഓണം അല്ലെങ്കിലും അവിടെ അധികം കാടൊന്നുമില്ല. നമ്മളവിടെ ആഴ്ചയിൽ മാത്രമേ അവിടെ തൂത്ത് വരാറുള്ളൂ. അപ്പോൾ അവിടെ മഴ പെയ്തതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞാണ്ട് ഇതേപോണക്കുള്ള ചെറിയ ചെറിയ പോച്ചകളാണ് പെട്ടെന്ന് കിളിച്ച് വരുന്നത്. റബ്ബറാണ്, അവിടെ എല്ലാം റബ്ബറാണ്. റബ്ബറിലയും എല്ലാം പൊഴിഞ്ഞ് വീണ് കിടക്കുവാണ്. അപ്പം അത് അണ്ണനുള്ളത് കൊണ്ട് അണ്ണൻ പോച്ച ഇങ്ങനെ ചിരണ്ടി ഇടും. ഞാനത് തൂത്ത് വാരി മാറ്റി മാറ്റി അപ്പം കളയുവേ. അപ്പോഴത്തെ വെയിലൊക്കെ ഉള്ളായിരുന്നു. നമ്മളത് ചെയ്തുകൊണ്ടിരുന്നപ്പം മഴ ചാറുന്നുണ്ടായിരുന്നു. നമ്മളിത് ഫുള്ള് ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് മഴയും പെയ്തു. അപ്പം നമ്മുടെ വീടിൻ്റെ ഇതാണ്, ഈ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ കർട്ടനൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. അത് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. കാരണം ഞാൻ ഹോളിലെ കർട്ടൻ മാത്രമാണ് ഇട്ടിരുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഇടാമെന്ന് വെച്ചു. കാരണം അന്നേ ഇട്ട് ചീത്തയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള റൂമുകളിലേക്ക് കർട്ടൻ ഇട്ടത് പിന്നീടാണ് കേട്ടോ. അത് ഓണത്തിനോട് അടുപ്പിച്ചിടുമ്പം പെട്ടെന്ന് അഴുക്കാകത്തില്ലല്ലോ. അപ്പം മോളൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് അവളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പോയി പിടിച്ചൊക്കെ അഴുക്കാക്കണ്ടാണെന്ന് വിചാരിച്ച് വീണ്ടും ഞാനിത് കഴുകണമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് ഞാനത് ഇടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രിഡ്ജും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, അതൊക്കെ ഞാൻ ചെയ്തതാണ്. അല്ലാതെ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓണമല്ലയോ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇത് പൂരാടത്തിൻ്റെ അന്നായിരിക്കും ഇടുന്നത്. ഞാൻ സാധാരണ ഉത്രാടത്തിൻ്റെ അന്നായിരിക്കും ഈ കഴുകി വെച്ചിരുന്ന കർട്ടനും ചവിട്ടിയൊക്കെ ഇടുന്നത്. അപ്പം എന്തായാലും ഉത്രാടത്തിൻ്റെ അന്ന് നാളെ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പം നേരത്തെ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നേ ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ഞാനൊരു അരമണിക്കൂർ ക്ലീൻ ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് ഓഫാക്കിയിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഐസൊക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ദാണ്ട് ഇങ്ങനെ ഒരു തുണി നമ്മുടെ ഈ ഹാൻഡിലിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടേ. അതിങ്ങനെ എടുത്ത് മാറ്റി. അത് വെള്ള നനവോടൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും പോയി ഫ്രിഡ്ജിൽ പിടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ടർക്കി ചുറ്റി വെക്കുകയാണെങ്കിൽ, ഒരു ടവൽ ചുറ്റി വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ അതിലങ്ങ് പിടിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഫ്രിഡ്ജിന് ഉള്ളിലിരുന്ന സാധനങ്ങളെല്ലാം പറക്കി പുറത്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റിയ ട്രേകളെല്ലാം തന്നെ പുറത്തെടുത്ത് സോപ്പ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. Sinking in, I know this feels right. Catching a crazy love moving through me like a wildfire, like a wildfire. ഞാനിത് ക്ലീൻ ചെയ്യാൻ ഇപ്പം ഡിഷ് വാഷോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ആദ്യം നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് പിന്നീട് ഉണങ്ങിയ തുണി കൊണ്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് എല്ലായിടവും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ പുറഭാഗവും ഫ്രണ്ടും ഒക്കെ എല്ലാം ആദ്യം അത് നനഞ്ഞ തുണി കൊണ്ട് തന്നെ തുടച്ചിട്ട് പിന്നീട് ഉണങ്ങിയ തുണി കൊണ്ടും ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ഫ്രിഡ്ജിലെ ട്രേകളൊക്കെ ആദ്യമേ കഴുകി വെച്ചതുകൊണ്ട് നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത സമയം കൊണ്ട് തന്നെ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തോർത്തുകൊണ്ട് ഉണങ്ങിയ തോർത്തുകൊണ്ട് തന്നെ തുടച്ചതിന് ശേഷമാണ് ഞാനത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തുടച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ പച്ചക്കറി വെക്കുന്ന ട്രേയിൽ ഞാനിത് ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടതിന് ശേഷമാണ് അത് പച്ചക്കറി ഇട്ട് വെക്കുന്നത് കേട്ടോ. പിന്നീട് നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു ലോങ് വീഡിയോയിൽ കാണാം.